ശരി. MC നാസർ ദുബൈയിൽ നിന്ന് ചേരുന്നു. നാസർ, ഇതൊരു മേഖലാ യുദ്ധമായി പരിണമിക്കുമോ? അജിംസ്, സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇറാൻ ഇപ്പോൾ അല്പം മുമ്പ് നടത്തിയ ഒരു പ്രതികരണവും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങൾ ഇപ്പോൾ ഈ ആക്രമണം നടത്തി പരിമിതമായിട്ടുള്ള സൈനിക ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഈ ആക്രമണം. അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ കുറെ കൂടി മാരകമായിട്ടുള്ള വ്യാപ്തിയുള്ള ഒരു യുദ്ധം തന്നെ ആയിരിക്കും തങ്ങൾക്ക് മുമ്പിലുള്ളത്. മറ്റൊരു ചോയ്സും തങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവുകയില്ല. ഇപ്പോൾ തന്നെ തങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ മാരകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ മാത്രമാണ്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള വളരെ വ്യാപ്തിയുള്ള മിസൈലുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പാണ് ഇറാന്റെ സൈനിക നേതൃത്വം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ മന്ത്രിസഭ അടിയന്തരമായിട്ട് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും തുടർ നടപടികൾ എന്ത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. ജോ ബൈഡനും അതോടൊപ്പം തന്നെ ആന്റണി ബ്ലിങ്കനും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരൊക്കെയും ഇസ്രായേൽ നേതൃത്വവുമായിട്ട് കൂടിയാലോചനകൾ തുടരുകയാണ്. അതുമാത്രമല്ല, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ലബനാനിലെ ഹിസ്ബുല്ല നേതാക്കളെ വധിക്കാൻ സാധിച്ചു, അതോടൊപ്പം തന്നെ ഗസയിൽ വലിയ തോതിൽ ആക്രമണം നടത്താൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇത് മുതലെടുത്തുകൊണ്ട് ഇറാനെതിരെ കൂടുതൽ വ്യാപ്തിയുള്ള ആക്രമണം നടത്തണമെന്ന് ബെൻഗവിറും അതോടൊപ്പം തന്നെ സ്മോട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ സമ്മർദ്ദം ഒരു ഭാഗത്ത്, ജനങ്ങളുടെ ഭാഗത്തുനിന്ന്. കാരണം ഇന്നലെ രാത്രിയൊക്കെ അക്ഷരാർത്ഥത്തിൽ മണിക്കൂറുകൾ തന്നെ ജനജീവിതം പൂർണ്ണമായിട്ട് സ്തംഭിച്ച സാഹചര്യം കൂടിയായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെ വളരെ ശക്തമായിട്ടുള്ളൊരു നടപടി വേണമെന്നൊരു സമ്മർദ്ദം മന്ത്രിസഭയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ പുറത്തും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനോട് പിന്നെ നെതന്യാഹുവിൻ്റെ ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗം എന്ത് തീരുമാനമെടുക്കും എന്നത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ F-16, F-15 ഉൾപ്പെടെയുള്ള പോർവിമാനങ്ങൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധസന്നാഹങ്ങൾ വലിയ തോതിൽ തന്നെ അമേരിക്ക പെന്റഗന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ അല്പം മുമ്പ് വന്ന റിപ്പോർട്ട് പ്രകാരം ഡെൻമാർക്കിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ ബോംബ് സ്ഫോടനം നടന്നതായിട്ടുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുടനീളം ഇസ്രായേൽ എംബസികൾക്ക് കൂടുതൽ സുരക്ഷയും പിന്നെ ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് നിലയ്ക്ക് വേണമെങ്കിലും പിന്നെ ഇനി ഇറാനെതിരായിട്ടുള്ളൊരു നീക്കം നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വ്യാപ്തിയുള്ള യുദ്ധത്തിലേക്ക് നീങ്ങും. നമുക്കറിയാൻ സാധിക്കും 80 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധം, അത് കഴിഞ്ഞ് പിന്നെ സദ്ദാം ഹുസൈൻ്റെ കുവൈത്ത് അധിനിവേശത്തിലൂടെ രൂപപ്പെട്ട ഒന്നാം ഗൾഫ് യുദ്ധം, തുടർന്ന് 2003 നടക്കുന്ന അമേരിക്കയുടെ ഇറാഖ് അധിനിവേശം, തുടർന്ന് ഈ പിന്നെ സിറിയൻ യുദ്ധം, യമൻ യുദ്ധം, അങ്ങനെ നിരവധി കാലുഷ്യങ്ങളിലൂടെയും യുദ്ധ സാഹചര്യങ്ങളിലൂടെയും ഈ മേഖല കടന്നുപോയി. പക്ഷേ പിന്നിട്ടൊരു 5 വർഷം എന്നത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥ വന്നുപെട്ടു. GCC രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇറാനുമായിട്ട് കുറെ കൂടി നല്ല നയതന്ത്ര ബന്ധത്തിലേക്ക് വന്നു. അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ആ സാഹചര്യം സാമ്പത്തിക രംഗത്തും നിക്ഷേപ രംഗത്തും വലിയ തോതിലൊരു മുന്നേറ്റം സൃഷ്ടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾക്ക് വീണ്ടും ഈ കോവിഡാനന്തരമുള്ള പ്രതിസന്ധി മറികടന്ന് ഗൾഫിലേക്ക് വരാനും മെച്ചപ്പെട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ച ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇനിയൊരു വ്യാപകമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് മേഖല നീങ്ങുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഒരു മേഖലാ യുദ്ധത്തിലേക്ക് ഈ സംഘർഷം പരിണമിക്കുമോ എന്ന് ആശങ്ക ഉയരുന്നുണ്ട്. MC നാസറാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.